സുഭാഷിതങ്ങൾ 9-ാം അധ്യായം. ജ്ഞാനവും മൗഢ്യവും. ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞു കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരികമാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ, ഇങ്ങോട്ട് വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുവിൻ. ഭോഷത്വം വെടിഞ്ഞു ജീവിക്കുവിൻ. അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ. പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും. ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും. പരിഹാസകനെ കുറ്റപ്പെടുത്തരുത്, അവൻ നിന്നെ വെറുക്കും. വിവേകിയെ കുറ്റപ്പെടുത്തുക, അവൻ നിന്നെ സ്നേഹിക്കും. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായി തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയാകും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും. നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്കു തന്നെ. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ഭോഷത്വം വായാടിയാണ്, അവൾ ദുർവൃത്തയും നിർലജ്ജയും അത്രേ. അവൾ വാതിൽക്കൽ ഇരുപ്പുറപ്പിക്കുന്നു, നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തൻ്റെ ഇരിപ്പിടമാക്കുന്നു. വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു, അല്പബുദ്ധികളെ, ഇങ്ങോട്ട് കയറി വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാള ഗർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു. 10-ാം അധ്യായം. സോളമൻ്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു. ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. അന്യായമായി നേടിയ ധനം ഉതകുകയില്ല. നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ദുഷ്ടരുടെ വായ് അക്രമം മറച്ചുവെക്കുന്നു. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും. വായാടിയായ ഭോഷൻ നാശമടയും. സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ്. വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും. തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു. ധൈര്യപൂർവം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്. ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവയ്ക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു. സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു. ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു. ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തിവെക്കുന്നു. ബലിഷ്ഠമായ നഗരമാണ് ധനികന്റെ സമ്പത്ത്. ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും. നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു. ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. ശാസന നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. വിദ്വേഷം മറച്ചുവെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു. അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും. നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു. മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു. അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. തെറ്റു ചെയ്യുക മൂഢന് വെറുമൊരു വിനോദമാണ്. അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം. ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും. നീതിമാന്റെ ആഗ്രഹം സഫലമാകും. ദുഷ്ടൻ കൊടുംകാറ്റിൽ നിലംപതിക്കുന്നു. നീതിമാനോ എന്നേക്കും നിലനിൽക്കും. വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും.
നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസായിയാണ്. ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു. നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. നീതിമാന്റെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു. വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ അധരങ്ങൾ പത്യമായതു പറയുന്നു. ദുഷ്ടരുടെ അധരങ്ങളോ വഴിപിഴച്ചവയും. 11-ാം അധ്യായം. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു. ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്. വിനയമുള്ളവരോട് കൂടെ ജ്ഞാനവും. സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴി കാട്ടുന്നു. വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ക്രോധത്തിൻ്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല. നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിഷ്കളങ്കൻ്റെ നീതി അവനെ നേർവഴിക്ക് നടത്തുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷ്ടത നിമിത്തം നിബദിക്കുന്നു. സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു. ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു. ദുഷ്ടൻ്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും. അധർമ്മിയുടെ പ്രതീക്ഷ വ്യർത്ഥമായി തീരും. നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും. നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു. ദുഷ്ടരുടെ വാക്കുനിമിത്തം അത് അധപതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു. വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും. ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. ശാലീനയായ സ്ത്രീ ആദരം നേടുന്നു. ബലവാൻ സമ്പത്തും. ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു. ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു. ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു. നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും. തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും. വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. നീതിമാന് മോചനവും. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണ മൂക്കുത്തിക്ക് തുല്യയാണ്. നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലൂ. ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ധാന്യം പൂഴ്ത്തി വയ്ക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു. അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്. അക്രമം ജീവൻ ഒടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? 12-ാം അധ്യായം. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്. ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല. നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം. അപമാനം വരുത്തിവെക്കുന്നവൾ അവൻ്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്. ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിനു പതിയിരിക്കുന്നു. സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശ്ശേഷം നശിക്കും. നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സദ്ബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു. വികടബുദ്ധി
നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപു നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ഠമായ ഗോപുരം തകർന്നടിയുന്നു. നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷന്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ്. വിവേകി ഉപദേശം തേടുന്നു. ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു. വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു. കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടുവിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു. വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്. നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല. ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തൻ്റെ അറിവ് മറച്ചുവെക്കുന്നു. ഭോഷൻ തൻ്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസന് തൻ്റെ ഇരയെ പിടികിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ. അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു.